ഗാസിയാബാദിൽ ഒരു ഫ്ളാറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി 3 സഹോദരിമാർ ജീവനൊടുക്കിയ സംഭവം ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ആ കൂട്ടാത്മഹത്യയുടെ കാരണമറിഞ്ഞപ്പോൾ ആ ഞെട്ടൽ ഇരട്ടിയായി. 16, 14, 12 വയസ്സുള്ള ആ 3 പെൺകുട്ടികളുടെ ആത്മഹത്യ ഉയർത്തിക്കാട്ടിയത് കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ പടരുന്ന കൊറിയൻ ലഹരിയുടെ മാരകമായ വെർഷനാണ്. ഇന്ത്യൻ കൗമാരങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു സാംസ്കാരിക ലഹരിയുടെ ഭയാനകമായ അടയാളമത്രേ ആ മരണങ്ങൾ. നിഷികയും പ്രാച്ചിയും പാക്കിയും ആത്മഹത്യ ചെയ്തപ്പോൾ അവശേഷിപ്പിച്ച 8 പേജുള്ള ഡയറി കുറിപ്പ് നമ്മുടെ സമൂഹത്തോട് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കൊറിയനായിരുന്നു ഞങ്ങളുടെ ജീവിതമെന്ന് ആ കുട്ടികൾ എഴുതി വെക്കുമ്പോൾ അത് വെറുമൊരു സിനിമാ പ്രേമമല്ല, മറിച്ച് സ്വത്വബോധം പോലും നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ വിലാപമാണ്. സ്വാഗതം അടിവരയിലേക്ക്. ഗാസിയാബാദിലെ സഹോദരിമാർ തങ്ങൾ ഇന്ത്യക്കാരേക്കാൾ ഉപരി കൊറിയക്കാരാണെന്ന് വിശ്വസിച്ചിരുന്നുവെന്നാണ് ഇവരുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൊറിയൻ പേരുകൾ സ്വീകരിക്കുകയും കൊറിയൻ സംഗീതത്തിനും സിനിമകൾക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു ഇവരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വൻതുക കടബാധ്യതയുള്ള പിതാവ് കുട്ടികളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതും പിന്നീട് വിറ്റതുമാണ് മരണം തിരഞ്ഞെടുക്കാൻ ആ പെൺകുട്ടികളെ പ്രേരിപ്പിച്ചത്. കൊറിയൻ ഉള്ളടക്കങ്ങൾ കാണാൻ കഴിയാത്തതിലുള്ള കടുത്ത മാനസിക വിഷമമാണ് അവരെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയുകയാണ്. കുടുംബത്തെക്കാളും മാതാപിതാക്കളെക്കാളും അധികം ഞങ്ങൾ കൊറിയൻ നടന്മാരെയും K-പോപ്പ് ഗ്രൂപ്പുകളെയും സ്നേഹിക്കുന്നു എന്ന അവരുടെ വരികൾ ഒരുതരം ഭ്രാന്തമായ ആസക്തിയുടെ കടലാഴമാണ് വ്യക്തമാക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2024 ജനുവരിയിൽ തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് 13 വയസ്സുള്ള 3 പെൺകുട്ടികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ബാൻഡായ BTS അംഗങ്ങളെ നേരിൽ കാണാൻ സിയോളിലേക്ക് യാത്ര തിരിച്ചത് വാർത്തയായിരുന്നു. കയ്യിൽ വെറും 14,000 രൂപയുമായി പാസ്പോർട്ട് പോലുമില്ലാതെ കപ്പൽ മാർഗം ദക്ഷിണ കൊറിയയിൽ എത്താമെന്ന അവിശ്വസനീയമായ പ്രതീക്ഷയിലായിരുന്നു അവർ. ദാരിദ്ര്യവും കുടുംബത്തിൽ ഒറ്റപ്പെടലും അനുഭവിക്കുന്ന കുട്ടികൾ സ്മാർട്ട് ഫോണിലൂടെ ഇത്തരം മായാലോകങ്ങളിലേക്ക് ചേക്കേറുന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ആ സംഭവം. ഹാല്യു അഥവാ കൊറിയൻ തരംഗം ഇന്ത്യയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നതല്ല. 2012 ഖന്നം സ്റ്റൈൽ എന്ന പാട്ടിലൂടെ തുടങ്ങിയ ഈ തരംഗം കോവിഡ് കാലത്തെ അടച്ചിടലിലാണ് ശക്തി പ്രാപിച്ചത്. ലോക്ക്ഡൗൺ കാലത്ത് സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും കൗമാരക്കാരുടെ വിരൽത്തുമ്പിലെത്തിയതോടെ അൽഗോരിതങ്ങൾ അവരെ കൊറിയൻ ഉള്ളടക്കങ്ങളിലേക്ക് എത്തിച്ചു. നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിദേശ ഭാഷാ ചിത്രങ്ങളായി കൊറിയൻ സിനിമകൾ മാറിയത് വേഗത്തിലാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിന് 5000-ലേറെ വർഷത്തെ പഴക്കമുണ്ട്. അയോധ്യയിലെ സുരിരത്ന എന്ന രാജകുമാരി ദക്ഷിണ കൊറിയയിലെത്തി അവിടുത്തെ കിം സുരോ രാജാവിനെ വിവാഹം കഴിച്ച് ഹിയോ ഹോങ് ഓക്ക് രാജ്ഞിയായി മാറിയ ചരിത്രം ഇന്നും കൊറിയയിൽ ആദരവോടെ സ്മരിക്കപ്പെടുന്നു. ഗിംഹേയിൽ അവരുടെ ശവകുടീരം നിരവധി ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2000-ന്റെ തുടക്കത്തിൽ തന്നെ ഹിന്ദി ചാനലുകൾ നിരോധിച്ചപ്പോൾ പകരം വന്നത് കൊറിയൻ വിനോദ പരിപാടികളായിരുന്നു. ഈ ആസക്തി കേവലം വിനോദത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കൊറിയൻ ചർമ്മ സംരക്ഷണ രീതികൾ, ഫാഷൻ, ഭാഷാ പഠനം എന്നിവയിലേക്കും ഇത് വ്യാപിച്ചു. ഇന്ത്യയിലെ പല വിദ്യാലയങ്ങളിലും കൊറിയൻ ഭാഷ ഒരു ഐച്ഛിക വിഷയമായി അവതരിപ്പിക്കാൻ ഇത് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. കൊറിയൻ കമ്പനികൾ ഇന്ത്യയെ തങ്ങളുടെ പ്രധാന വിപണിയായി കണ്ടു തുടങ്ങി. ഇന്ത്യക്കാരായ ശ്രേയാലങ്കയെ പോലെയുള്ളവർ K-പോപ്പ് ബാൻഡുകളിൽ തരംഗമായതും അംഗമായതും ഔറ എന്ന കൊറിയൻ ഗായകൻ ഇന്ത്യൻ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരുന്നതും ഈ സാംസ്കാരിക വിനിമയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സിനിമയ്ക്കും സംഗീതത്തിനും പിന്നാലെ കൊറിയൻ ഭക്ഷണ രീതികൾ പോലും ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ കണക്കുകൾ പ്രകാരം 2025 ജൂലൈ ആയപ്പോഴേക്കും കൊറിയൻ ഭക്ഷണത്തിനുള്ള ഓർഡറുകളിൽ 50%-ലധികം വർധനവുണ്ടായി. ബംഗളൂരു, മുംബൈ പോലുള്ള വൻ നഗരങ്ങൾക്ക് പുറമെ തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ നമ്മുടെ നഗരങ്ങളിലും കൊറിയൻ വിഭവങ്ങൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. കിംചി, റാമൻ, ടെക്ബാക്കി തുടങ്ങിയ വിഭവങ്ങൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും കൗമാരക്കാരുടെ ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കൗമാരക്കാർ ഇത്രയധികം കൊറിയൻ സംസ്കാരത്തോട് ആകൃഷ്ടരാകുന്നത്?
കൊറിയൻ സിനിമകളിലെ പുരുഷന്മാർ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയും നഗര കേന്ദ്രീകൃതമായ ആഡംബര ജീവിതവും വൈകാരികമായ കഥാപരിസരങ്ങളും ഇന്ത്യൻ കുട്ടികളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നു എന്നതാണ് ഒറ്റവാക്കിൽ ഇതിനുള്ള ഉത്തരം. അക്കാദമിക് സമ്മർദ്ദങ്ങളും കുടുംബ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഈ മായാലോകം വലിയൊരു ആശ്വാസമായി തോന്നുകയാണ്. വിനോദത്തിനപ്പുറം ഒരു തരം എസ്കേപ്പിസം അഥവാ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് കൊറിയൻ ഉള്ളടക്കങ്ങൾ പലർക്കും നൽകുന്നത്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ദീപ്തി പുരാണിക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരം ഗെയിമുകളും സീരീസുകളും നൽകുന്ന റിവാർഡ് അല്ലെങ്കിൽ പ്രശംസകൾ കുട്ടികളുടെ തലച്ചോറിൽ വലിയ തോതിൽ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്നു. പഠന സമ്മർദ്ദമോ കുടുംബത്തിൽ അവഗണനയോ അനുഭവിക്കുന്ന കുട്ടികൾക്ക് തങ്ങളെ അംഗീകരിക്കുന്ന ഒരു ലോകമായി ഇത് മാറുകയാണ്. കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഈ ഫാന്റസി ബോണ്ടിങ് അവരെ യഥാർത്ഥ ബന്ധങ്ങളിൽ നിന്ന് അകറ്റുകയും സ്ക്രീനിലെ കഥാപാത്രങ്ങളുമായി വൈകാരികമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ഗാസിയാബാദിലെ സഹോദരിമാർ തങ്ങളുടെ കുടുംബത്തേക്കാൾ കൂടുതൽ കൊറിയൻ താരങ്ങളെ സ്നേഹിച്ചു എന്നത് ഈ തീവ്രമായ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. എന്നാൽ ഇതിൻ്റെ മറുവശം അത്യന്തം അപകടകരമാണ്. മണിക്കൂറുകളോളം സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നത് കുട്ടികളുടെ ഉൽപാദനക്ഷമതയെ ഗുരുതരമായി ബാധിക്കുന്നു. സിനിമകളിലെയും സീരീസുകളിലെയും ജീവിതമാണ് യഥാർത്ഥമെന്ന് തെറ്റിദ്ധരിച്ച് കുട്ടികൾ ഫാന്റസി ലോകങ്ങളിൽ ജീവിക്കുന്നു. തങ്ങളുടെ ഭാഷയും സംസ്കാരവും മോശമാണെന്നും കൊറിയൻ ജീവിതമാണ് ശ്രേഷ്ഠമെന്നും അവർ വിശ്വസിച്ചു തുടങ്ങുന്നു. ഗാസിയാബാദിലെ പെൺകുട്ടികൾ തങ്ങളെ കൊറിയക്കാരായി വിശേഷിപ്പിച്ചത് ഇതിന് വ്യക്തമായ തെളിവാണ്. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആശയവിനിമയം നടത്താതെ കുട്ടികൾ സ്വന്തം സ്ക്രീൻ ലോകത്തേക്ക് ഒതുങ്ങിപ്പോകുന്നതും ഈ മായിക വലയത്തിൻ്റെ ദുരന്ത ചിത്രമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ പോലും സ്മാർട്ട് ഫോണുകൾ കുട്ടികൾക്ക് നൽകുന്ന അമിത സ്വാതന്ത്ര്യം പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട്. മാതാപിതാക്കൾ ജോലിക്കായി പോകുമ്പോൾ കുട്ടികൾക്ക് സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കാൻ ലഭിക്കുന്ന നിയന്ത്രണമില്ലാത്ത സമയം അവർ ഇത്തരം ലഹരികളിലേക്ക് നയിക്കുന്നു. ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നതിന് സമാനമായ വിഡ്രോവൽ സിംറ്റംസ് ഫോൺ മാറ്റിവെക്കുമ്പോൾ ഈ കുട്ടികളിൽ പ്രകടമാകുന്നു. ദേഷ്യം, അമിതമായ ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത എന്നിവ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാം. സ്വിറ്റ്സർലൻഡിലെ ഐസെറ്റ് വാർഡ് പോലുള്ള സ്ഥലങ്ങൾ പോലും കൊറിയൻ സിനിമകളുടെ സ്വാധീനം മൂലം സന്ദർശകരെ കൊണ്ട് വീർപ്പുമുട്ടുന്നതും അവർക്ക് നികുതി ഏർപ്പെടുത്തേണ്ടി വന്നതും ഈ തരംഗത്തിൻ്റെ ആഗോള വ്യാപ്തിയും അതുണ്ടാക്കുന്ന സമ്മർദ്ദവും വെളിവാക്കുന്നു. ഈ ഡിജിറ്റൽ ലഹരിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്ങനെ രക്ഷിച്ചെടുക്കാം? നാം ഗൗരവത്തിൽ ചിന്തിക്കണം. കുട്ടികളിൽ നിന്ന് കേവലം ഫോൺ പിടിച്ചു വാങ്ങുക എന്നതല്ല ഇതിനുള്ള ശരിയായ പരിഹാരം. ഗാസിയാബാദിലെ സംഭവം പഠിപ്പിക്കുന്നത് പെട്ടെന്നുള്ള നിയന്ത്രണങ്ങൾ കുട്ടികളെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നാണ്. ഫോൺ ഉപയോഗത്തിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സാവധാനം സമയക്രമത്തിൽ മാറ്റം വരുത്തി കുട്ടികളെ ഇത്തരം ആസക്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയും. കുട്ടികളോട് സംസാരിക്കാനും അവരുടെ താല്പര്യങ്ങൾ ചോദിച്ചറിയാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. അവർ കാണുന്ന ഉള്ളടക്കങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകൾ നടത്തുക വഴി അവരിലെ ഫാന്റസിയെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. സിനിമകളിലെ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്ക് ലളിതമായി വിവരിച്ചു നൽകണം. സ്ക്രീനിൽ അത്ഭുതങ്ങൾ വെറും അഭിനയമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ഇത്തരം വിപത്തുകളിൽ നിന്ന് ഒരു പരിധിവരെ അവരെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സ്ക്രീനിന് പുറത്തുള്ള ലോകത്തേക്ക് കുട്ടികളെ നയിക്കുക എന്നതാണ് മറ്റൊരു വഴി. കായികാഭ്യാസം, വായന, യാത്രകൾ എന്നിവയിലൂടെ അവരുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കുട്ടികളിൽ അമിതമായ മാറ്റങ്ങൾ കണ്ടാൽ മടിക്കാതെ ഒരു കൗൺസിലറുടെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായം തേടണമെന്നും ഓർക്കുക. ചുരുക്കത്തിൽ കൊറിയൻ സിനിമകളും സംഗീതവും തുറന്നു നൽകുന്ന പുതിയ ലോകം ജീവിതത്തേക്കാൾ വലുതാകുന്നത് അത്യന്തം അപകടകരമാണ്. ഗാസിയാബാദിലെ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ കുട്ടികൾ എന്തിനാണ് ഇത്രയധികം ഡിജിറ്റൽ ലോകത്തേക്ക് അഭയം പ്രാപിക്കുന്നത് എന്നതിനെക്കുറിച്ച് മാതാപിതാക്കളും സമൂഹവും ഇനിയെങ്കിലും ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ കുട്ടികൾക്ക് നൽകുമ്പോൾ അവർ എന്ത് കാണുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു എന്നത് കൃത്യമായി നിരീക്ഷിക്കപ്പെടുക തന്നെ വേണം. ഫാന്റസിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ തിരിച്ചറിയാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന മാനസിക പിന്തുണ ഓരോ വീട്ടിലും ഉണ്ടാകേണ്ടതുണ്ട്. ഹാല്യൂ തരംഗത്തിൽ നമ്മുടെ മക്കളുടെ ജീവൻ പൊലിയാതിരിക്കട്ടെ. ഈ അടിവര ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം.
waytonikah.com, the exclusive Muslim matrimonial site.